ഈ വെറുതെ പോകുന്ന പാമ്പിനെ പിടിച്ച് കഴുത്തിലിട്ടു എന്ന് നാം നാട്ടുമൊഴികളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ താൻ പിടിച്ച് കഴുത്തിലിട്ടത് പാമ്പിനെയല്ല, സാക്ഷാൽ മരണത്തെയാണെന്ന് ഇപ്പോൾ വാഷിങ്ടണിലിരുന്ന് റൊണാൾഡ് ട്രംപ് തിരിച്ചറിയുന്നുണ്ടാകണം. അതെ, വെറുതെ ഇരുന്ന ഇറാൻ്റെ വായിൽ കോലിട്ട് കുത്തി ഒടുവിൽ 8ന്റെ പണിയും പൊതിരെ കടിയും വാങ്ങി നിൽക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക. തുടങ്ങിവച്ച യുദ്ധം നാണക്കേടില്ലാതെ അവസാനിപ്പിക്കാനും വയ്യ. എന്നാൽ ഇറാൻ്റെ അപ്രതീക്ഷിത പ്രഹരശേഷിക്ക് മുന്നിൽ പിടിച്ചു നിന്ന് യുദ്ധം തുടരാനും വയ്യ. ശരിക്കും പറഞ്ഞാൽ പുലിവാല് പിടിച്ച ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം. യാതൊരു പ്രകോപനവുമില്ലാതെ സ്വന്തം ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം രാജ്യത്തെ ഒരു അനാവശ്യ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കൻ തെരുവുകളിൽ തന്നെ ഇപ്പോൾ വൻ ജനരോഷമാണ് അലയടിക്കുന്നത്. സ്വന്തം ജനതയുടെ ജീവനും സാമ്പത്തിക ഭദ്രതയും വച്ച് പന്താടിയ ട്രംപിൻ്റെ ഈ വിഡ്ഢിത്തത്തിനെതിരെ അമേരിക്കക്കാർ തന്നെ ഇപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞു. യുദ്ധക്കൊതി മൂത്ത് ഇറാനെ ഭയപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് പോലും സമാധാനത്തോടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ ചോര കൊണ്ടും തീ കൊണ്ടും എഴുതപ്പെട്ട അധ്യായങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ സ്വന്തം പരമാധികാരത്തിന്മേൽ ഒരു വിദേശ ശക്തിയും കൈകടത്താൻ അനുവദിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ വിറപ്പിച്ച ഒരു രാജ്യത്തിൻ്റെ കഥയാണിത്. 2026 ജൂലൈ 15. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുമ്പത്തെക്കാളും കലുഷിതമായിരിക്കുന്ന സമയം. ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലാണോ എന്ന് സകലരും ഭയപ്പെടുന്ന നിമിഷങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായകവും അപകടകരവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു വശത്ത് തങ്ങളുടെ സൈനിക സാമ്പത്തിക ശക്തിയിലുള്ള അഹങ്കാരത്തോടെ അമേരിക്കൻ സാമ്രാജ്യത്വവും, മറുവശത്ത് ആയിരക്കണക്കിന് വർഷത്തെ പൈതൃകവും പോരാടി നേടിയ സ്വാതന്ത്ര്യവും നെഞ്ചിലേറ്റി ഒരു തരിമ്പ് പോലും ഭയമില്ലാതെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. വാഷിങ്ടണിൽ നിന്നും വരുന്ന വാർത്തകൾ കേവലം ഭീഷണികളല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിൻ്റെ പരാജയ ഭീതിയിൽ നിന്നുള്ള വിഭ്രാന്തികളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാനായിരുന്നു അമേരിക്കൻ നീക്കങ്ങളെങ്കിൽ ഇന്നവർ തന്ത്രം മാറ്റിയിരിക്കുന്നു. ഇറാൻ്റെ പവർ പ്ലാന്റുകളെ അഥവാ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നാണ് ട്രംപിൻ്റെ പുതിയ ഭീഷണി. ഇറാൻ്റെ തെരുവുകളെ ഇരുട്ടിലാക്കാം, വ്യവസായങ്ങളെ സ്തംഭിപ്പിക്കാം, അതുവഴി ജനങ്ങളെ ദുരിതത്തിലാക്കി സർക്കാരിനെതിരെ തിരിക്കാം എന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യാമോഹിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇറാന് മേൽ നാവിക ഉപരോധം അമേരിക്ക വീണ്ടും കർശനമാക്കിയിരിക്കുന്നു. കടൽ മാർഗമുള്ള സകല വിതരണ ശൃംഖലകളും തകർത്ത് ഇറാനെ ശ്വാസം മുട്ടിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി. തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ച് തുടർച്ചയായ വ്യോമാക്രമണങ്ങൾക്കും അവർ തുടക്കം കുറിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ മുട്ടുകുത്തുമോ? ഇല്ല. കാരണം ഉപരോധങ്ങളുടെയും യുദ്ധങ്ങളുടെയും തീച്ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു ഉരുക്കു പോലെയുള്ള ഇച്ഛാശക്തിയാണ് ആ രാജ്യത്തിനുള്ളത്. അമേരിക്കൻ അധിനിവേശത്തിന് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ പൊരുതി മരിക്കുന്നതാണ് അഭിമാനമെന്ന് കരുതുന്ന ഒരു ജനതയാണത്. ശത്രുവിൻ്റെ ഭീഷണികൾ കേട്ട് ഭയന്നോടുന്നതിന് പകരം കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സൈന്യമാണ് ഇറാൻ്റേത്. അമേരിക്കയുടെ ഇന്നത്തെ ഈ വിഭ്രാന്തിക്ക് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. അത് കേവലം ഒരു ദിവസത്തെ സംഭവ വികാസമല്ല. മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2026 മാർച്ചിൽ നടന്ന സംഭവങ്ങളുടെ ഞെട്ടലിൽ നിന്നും അമേരിക്കൻ സൈന്യം ഇപ്പോഴും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇറാൻ്റെ മണ്ണിൽ ഒരു പോറലേറ്റാൽ അതിന് നൽകേണ്ടി വരുന്ന വില അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത ദിവസങ്ങളായിരുന്നു അത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് തൊടുത്തുവിട്ട മിസൈലുകളുടെ തിരമാലകൾ അമേരിക്കൻ സൈനിക താവളങ്ങളെ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കി. ആ രാത്രികളിൽ പശ്ചിമേഷ്യൻ ആകാശം ശരിക്കും തീ തുപ്പുകയായിരുന്നു. റോയിറ്റേഴ്സ് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ ഈ ചിത്രത്തിലേക്ക് നോക്കുക. അമേരിക്കയുടെ അഹങ്കാരമായിരുന്ന ഒരു സൈനിക താവളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പുകയുന്ന അവശിഷ്ടങ്ങൾ വെറുമൊരു നാശനഷ്ടത്തിൻ്റെ മാത്രമല്ല, അമേരിക്കയുടെ ലോകോത്തര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതിൻ്റെ ബാക്കി പത്രമാണിത്. ചിത്രത്തിൻ്റെ ക്യാപ്ഷനുകൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ്റെ ഈ പ്രത്യാക്രമണങ്ങളുടെ വ്യാപ്തി അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തടയാൻ കഴിയാത്ത വേഗതയിലാണ് ഇറാനിയൻ മിസൈലുകൾ ഈ താവളങ്ങളെ ചാമ്പലാക്കിയത്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കുന്നത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം കൂടിയാണ്. ബങ്കറുകളിൽ ഒളിച്ചിരുന്ന സൈനികർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഒരുപക്ഷെ ഇറാൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമായിരിക്കാം. കാരണം ഇറാൻ ലക്ഷ്യം വെച്ചത് മനുഷ്യരെയല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിൻ്റെ ഇരുമ്പ് മറകളെയാണ്. ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്.
ഇന്നത്തെ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാം. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളർത്താമെന്ന അമേരിക്കയുടെ മോഹം എത്രമാത്രം വിഡ്ഢിത്തമാണ്. 4 പതിറ്റാണ്ടുകളായി വിവിധ തരത്തിലുള്ള ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇറാൻ. ആ ഉപരോധങ്ങളെ അവർ അതിജീവിച്ചത് സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് ഇറാൻ പ്രതിരോധ രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ശക്തികളിൽ ഒന്നാണ്. അമേരിക്കൻ ഉപരോധം പുനരാരംഭിച്ചു എന്ന വാർത്ത കേട്ട് ഇറാനിലെ ജനങ്ങൾ ഭയന്നോടുകയല്ല ചെയ്തത്, മറിച്ച് കൂടുതൽ കരുത്തോടെ തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. ട്രംപിൻ്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന ഭീഷണി ഒരു തരംതാണ മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമാണ്. യുദ്ധമുന്നണിയിൽ ഇറാൻ്റെ സൈന്യത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ കഴിയാതെ വരുമ്പോൾ സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കി ഇരുട്ടിലാക്കാമെന്ന ഹീനമായ തന്ത്രം. എന്നാൽ ഇറാനിലെ ഓരോ പൗരനും അറിയാം തങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന്. വൈദ്യുതി നിലയങ്ങൾ തകർത്ത് അന്ധകാരത്തിലാക്കിയാലും ഇറാനിയൻ ജനതയുടെ സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശത്തിൻ്റെ വെളിച്ചം കെടുത്താൻ ഒരു അമേരിക്കൻ ബോംബിനും കഴിയില്ല. ഇറാൻ്റെ ഓരോ പവർ പ്ലാന്റിന് ചുറ്റും അതീവ സുരക്ഷയാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത്. അവയ്ക്ക് നേരെ വരുന്ന ഏത് അമേരിക്കൻ മിസൈലിനെയും ആകാശത്ത് വച്ച് തന്നെ തകർക്കാനുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് അമേരിക്കൻ ഇൻ്റലിജൻസിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഇനിയും മടിക്കുന്നത്. ഗൾഫ് മേഖലയിലുടനീളം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് മേൽ എപ്പോൾ വേണമെങ്കിലും പതിക്കാവുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ അറകളിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഫത്തേഹ്, സെജിൽ, കോറാം ഹഷീർ തുടങ്ങിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അമേരിക്കൻ സൈനിക താവളങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചുട്ടരിക്കാൻ കഴിയും. കത്തിയമർന്ന വാഹനങ്ങളും തകർന്നടിഞ്ഞ ആശയവിനിമയ സംവിധാനങ്ങളും വ്യക്തമാക്കുന്ന ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിലെ ക്യാപ്ഷനുകൾ നൽകുന്ന സൂചനകൾ വളരെ വലുതാണ്. ഇത് കേവലം ഒരു ആയുധ പ്രയോഗമല്ല, ശത്രുവിൻ്റെ കണ്ണും കാതും എന്ന് വിശേഷിപ്പിക്കാവുന്ന റഡാർ സംവിധാനങ്ങളെയും കമ്മ്യൂണിക്കേഷൻ ടവറുകളെയും ഇറാൻ എത്ര കൃത്യതയോടെയാണ് തകർത്തത് എന്ന് ഈ ചിത്രം തെളിയിക്കുന്നു. അമേരിക്കയുടെ അതിനൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇറാൻ്റെ അത്യാധുനിക ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ കഴിഞ്ഞില്ല. ഈ തകർന്നടിഞ്ഞ വാഹനങ്ങൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാങ്കേതിക മേധാവിത്വത്തിൻ്റെ ശവപ്പറമ്പാണ്. ഇവിടെയാണ് ഇറാൻ്റെ സൈനിക ആസൂത്രണത്തിൻ്റെ വിജയം കുടികൊള്ളുന്നത്. ഓരോ ആക്രമണവും കൃത്യമായ ലക്ഷ്യത്തോടെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തന്ത്രപരമായ നഷ്ടം വരുത്താവുന്ന രീതിയിലാണ് ഇറാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശത്രുവിൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ട് പ്രഹരിക്കാൻ ഇറാന് കഴിയുന്നു എന്നതിൻ്റെ നേർചിത്രമാണിത്. ഇറാൻ്റെ കരുത്ത് അവരുടെ ആയുധങ്ങളിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ അവർ സൃഷ്ടിച്ചെടുത്ത പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ മതിൽ. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലായി പടർന്നു കിടക്കുന്ന സഖ്യകക്ഷികൾ ഇറാന് നൽകുന്ന പിന്തുണ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അമേരിക്ക ഇറാന് നേരെ വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അവരുടെ സമ്പൂർണ്ണ നാശത്തിലേക്കായിരിക്കും കലാശിക്കുക. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയാൽ ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ സിംഹഭാഗവും നിലയ്ക്കും. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്തെറിയും. ഈ യാഥാർത്ഥ്യം നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ട്രംപ് കേവലം ഉപരോധങ്ങളിലും ഭീഷണികളിലും ഒതുങ്ങി നിൽക്കുന്നത്. യുദ്ധമെന്നത് കേവലം ജനറൽമാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു ചെസ് കളിയല്ല, അത് ജനങ്ങളുടെ കൂടി പോരാട്ടമാണ്. അമേരിക്കയുടെ പക്കൽ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടായിരിക്കാം, ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇറാൻ്റെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധം രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറുള്ള അവിടുത്തെ ജനങ്ങളും അതിർത്തി കാക്കുന്ന സൈനികരുമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ ഓരോ പോരാളിയും തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് കാവൽ നിൽക്കുന്നത് ഒരുപക്ഷെ തിരിച്ചു വരില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ തുടരുമ്പോഴും ഇറാനിയൻ സൈന്യം ശാന്തരാണ്. എന്നാൽ ആ ശാന്തത കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്. കാരണം ഇറാൻ ഇതുവരെ തങ്ങളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചിട്ടില്ല. മാർച്ച് മാസത്തിൽ നടന്ന പ്രത്യാക്രമണങ്ങൾ വെറുമൊരു സാമ്പിൾ മാത്രമായിരുന്നു. ഇറാൻ്റെ യഥാർത്ഥ പ്രകടശേഷി അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് നടന്ന ആ ആക്രമണത്തിൻ്റെ അവശേഷിപ്പുകൾ നോക്കുക. ശത്രുവിൻ്റെ വ്യോമത്താവളത്തിലെ റൺവേകൾ മിസൈലുകൾ പതിച്ച് വൻ ഗർത്തങ്ങളായി മാറിയിരിക്കുന്നു. ചിത്രങ്ങളുടെ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ തകർച്ചയ്ക്ക് ശേഷം ദിവസങ്ങളോളം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഈ താവളങ്ങളിൽ നിന്നും പറന്നുയരാൻ പോലും കഴിഞ്ഞില്ല. തങ്ങളുടെ വ്യോമ മേധാവിത്വത്തിൽ അഹങ്കരിച്ചിരുന്ന അമേരിക്കയ്ക്ക് സ്വന്തം വിമാനങ്ങൾ നിലത്തിറക്കി വയ്ക്കേണ്ടി വന്നത് ഇറാൻ്റെ തന്ത്രപരമായ മികവാണ് കാണിക്കുന്നത്. ഈ തകർന്ന റൺവേകൾ അമേരിക്കൻ അധിനിവേശ മോഹങ്ങളുടെ ശവക്കുഴികളാണ്. ഈ ദൃശ്യങ്ങൾ അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിങ്ങൾ ഇറാൻ്റെ മണ്ണിൽ ഒരു ബോംബിടുമ്പോൾ 100 മിസൈലുകൾ കൊണ്ട് ഞങ്ങളതിന് മറുപടി നൽകും. നിങ്ങളുടെ ഒരു താവളവും സുരക്ഷിതമായിരിക്കില്ല. ഇന്ന് അമേരിക്കൻ നാവികസേന ഉപരോധത്തിൻ്റെ പേരിൽ കടലിൽ വട്ടമിട്ട് പറക്കുമ്പോഴും ട്രംപിൻ്റെ ഭീഷണികൾ മാധ്യമങ്ങളിൽ നിറയുമ്പോഴും ഇറാൻ എന്ന രാജ്യം അതിൻ്റെ പ്രൗഢിയോടെ തന്നെ നിൽക്കുന്നു.
ഇരുട്ടിനെ ഭയപ്പെടാത്ത ഒരു ജനതയെ ഇരുട്ടിലാക്കാമെന്ന് കരുതുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. അവർ പവർ പ്ലാന്റുകൾ തകർത്താലും ജനങ്ങളുടെ ഉള്ളിലെ വിപ്ലവത്തിൻ്റെ അഗ്നി അണയ്ക്കാൻ അവർക്കാവില്ല. അമേരിക്ക ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നതാണ് സത്യം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ നടത്തിയ അധിനിവേശങ്ങൾ അവർക്ക് നൽകിയ തിരിച്ചടികൾ ചെറുതല്ല. എന്നാൽ ഇറാൻ ആ രാജ്യങ്ങളെപ്പോലെയല്ല. ഇറാൻ സൈനികമായും സാങ്കേതികമായും പൂർണ്ണ സജ്ജമായ ഒരു ശക്തിയാണ്. അധിനിവേശത്തിന് വരുന്ന ഓരോ ശത്രുവിനും ഇറാൻ്റെ മണ്ണിൽ സ്വന്തം രക്തം കൊണ്ട് വില നൽകേണ്ടി വരും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അഹങ്കാരത്തിനുമേൽ ഇറാൻ്റെ മിസൈലുകൾ അവസാന വാക്കെഴുതുന്ന ദിവസം വിദൂരമല്ല. ഈ യുദ്ധം അമേരിക്ക തുടങ്ങിവെച്ചതായിരിക്കാം, എന്നാൽ ഇതിൻ്റെ അവസാനം ഇറാൻ്റെ തീരുമാനമായിരിക്കും.